Hi guys, Assalamualaikum. Welcome back to our channel Sona's vlog. Hi guys, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സോന. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഓണം വ്ളോഗാണ്. കുറച്ച് ലേറ്റ് ആയിട്ട് ഓണത്തിനെ കുറിച്ച് തിരക്കിലായിരുന്നു. നമ്മളിവിടെ പരിപാടിയൊക്കെ ആയിരുന്നു. അതിൻ്റെ വ്ളോഗ് അടുത്തതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഓണം സെലിബ്രേഷൻ, ട്യൂഷൻ ക്ലാസ്സിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ടും വേണ്ടി ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ടോ. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് പരിപാടിയുടെ. ഞങ്ങൾ തൊട്ടിപ്പുറത്ത് തന്നെ സ്കൂളിൽ വെച്ചായിരുന്നു. അപ്പോൾ അവിടെ പൂക്കളൊക്കെ ഇട്ടു. അത് കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിൻ്റെ പരിപാടിയായിട്ട് പാട്ടും ഡാൻസും അതൊക്കെയായിരുന്നു. ഇപ്പോൾ ഇത് 8ാം ക്ലാസ്സിൻ്റെയൊക്കെ 8, 9 എന്തൊക്കെയോ ഡാൻസായിരുന്നു. അങ്ങനെ കുറേ നേരം ഡാൻസ് ചെയ്തിട്ട് പാട്ടിടാത്തത് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെയും പാട്ടിടാത്തത്. ഇങ്ങനെ പാട്ടിട്ടേനെ. ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ 10th തന്നെ ഡാൻസാണ്. അപ്പോൾ അതൊക്കെ അതിന് ഓണം പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് സ്പൂൺ റൈസ്. ഇവിടെ മറ്റേ ചാക്കിലോട്ട് ആ സാധനമാണ്. ഇതാണ് ആകാശ എന്നാണ് നടപ്പ്, അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു, ഞാൻ മറന്നു കറക്റ്റായിട്ട്. ഒരു കോൽ വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഓടണം. അതായിരുന്നു കളി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടുള്ള, ആകെ കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കസേരക്കളിയായി. കസേരക്കളി കഴിഞ്ഞപ്പോഴേക്കും ചെണ്ടമേളം വന്നു. ചെണ്ടമേളം പരിപാടിയും നല്ല അടിപൊളിയായിട്ട് കുറേ നേരം അതിൻ്റെ ഇതിൽ തന്നെയായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തുള്ള, ആകെ ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു നല്ലൊരു ഇത് തന്നെ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ അത് പോയി കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉറിയടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ നമ്മളുടെ ഓണത്തിൻ്റെ സദ്യ പ്രിപ്പറേഷനാണ്. നമ്മുടെ ഇഞ്ചിക്കറി ഉണ്ടാക്കണേന് അതിനുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മൾ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ചെറുതാക്കിയൊക്കെ കട്ട് ചെയ്തിരുന്നതിന് സാമ്പാറിന് അവിയലിന് എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ അടുത്തതിന് സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുക്കാനുള്ള, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി പറഞ്ഞു പോകണുള്ളൂ. കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടല്ലോ, ബോറടിക്കുമല്ലോ. ഒരു വ്ളോഗാണല്ലോ, കുക്കിംഗ് ചാനലല്ലല്ലോ ഇത്. ഓക്കെ, അപ്പോൾ ഇത് സാമ്പാറിനാണ്. അത് കഴിഞ്ഞ് കുറേ ഇതൊക്കെ ഉണ്ട്, കുറേ കറികളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ തന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. ആകെ കുറച്ച് ഇങ്ങനെ മാത്രം ഇങ്ങനെ ഉണ്ടാക്കണം. കുറച്ച് ക്ലിപ്പ് മാത്രമേ എടുത്തുള്ളൂ, വേറെ ഒന്നും ഞാൻ എടുത്താറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാക്കണം സാമ്പാറിന് ലാസ്റ്റ് സ്റ്റേജിലോട്ടായിട്ടുണ്ട് സാമ്പാറിൽ അതിനെ കുറച്ചും ഇതും കൂടെ കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് വറവിട്ടിരുന്നാൽ സാമ്പാറിൻ്റെ പ്രിപ്പറേഷനൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് അച്ചാർ റെഡി. നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയ മറ്റേ വടുകപ്പുളി അച്ചാറാണ്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മറ്റേ പേര് പറഞ്ഞു, ഒരു പച്ചടി എന്തോ ആണ്, ബീട്രൂട്ട് പച്ചടി. ഓക്കെ, ബീട്രൂട്ടല്ല, പൈനാപ്പിൾ പച്ചടി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സദ്യയൊക്കെ വിളമ്പി കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഉച്ചക്കായപ്പോഴാണ് സദ്യ വിളമ്പിയത്. ഓരോരോ കറികളായിട്ട് നമ്മൾ വിളമ്പി. അങ്ങനെ ഓരോരോ പച്ചടിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിക്കറിയൊക്കെ വെച്ചു. അതിൻ്റെ പേര് കുറേ ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞാൽ പപ്പടമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറ് വിളമ്പാം. അതാണ് ഓരോരോ കറികൾ. അപ്പോൾ ഇത്രയും കറികൾ ഉണ്ടാക്കിയുള്ളൂ, വളരെ കുറച്ച് കറികൾ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ചോറും കൂടി ഇട്ട് ചോറിട്ടുണ്ട്. നമുക്ക് വേറെ എന്തോരം കറികൾ വെച്ചിട്ടുണ്ട് പറഞ്ഞൂടാ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പാർ കൂടി ഒഴിച്ച് സാമ്പാർ വെച്ചിട്ടുണ്ട്. ഇതാണ് പായസം, ഇത് പരിപ്പ് പായസം. ഇതൊക്കെയാണ് കറികൾ. എല്ലാ കറികളുണ്ട്, പക്ഷെ കുറച്ചുള്ളൂ, കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ അത് അടപ്രഥമനും ഉണ്ട്, അതുപോലെ തന്നെ പരിപ്പായസം ഉണ്ട്. 2 തരം പായസമൊക്കെ ഉണ്ട്. ഇത് വേഗം കഴിച്ചിട്ട് വേണം നമുക്കിനി പായസം കുടിക്കാനായിട്ട്. അപ്പം തന്നെ പഴമൊക്കെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പപ്പടമൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് പായസം എടുക്കാം. കുറച്ചെടുക്കുള്ളൂ, എനിക്ക് വലുതായിട്ട് മധുര ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് പായസം മാത്രമേ എടുക്കുള്ളൂ. എന്നിട്ട് നമുക്ക് അത് കഴിക്കാൻ വേഗം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. നമ്മളത് കഴിഞ്ഞ് വേഗം തന്നെ നമ്മൾ ഇറങ്ങി പോകാനായിട്ട്. അപ്പോൾ അത് എവിടെയാണ് പോകണേന്നൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, നെക്സ്റ്റ് പാർട്ട്. അപ്പോൾ അതിന് ഗൈസ്, അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഓണത്തിന് ടൂർ അടുത്ത വീഡിയോ വരുന്നുണ്ട്, ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക.
അപ്പം ഇനി അടുത്ത വീഡിയോ വരാം. ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ അതുവരേക്കും ബൈ ബൈ.